ഒട്ടും കയ്പ്പ് ടേസ്റ്റ് ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ നാൾ വരെക്കും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങയാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ എടുത്ത നാരങ്ങ നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞെടുക്കണം. അപ്പോൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓരോ നാരങ്ങയും 8 പീസ് എന്നുള്ള അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിപ്പത്തിലാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ നാരങ്ങ ഇതുപോലെ ഫുള്ളായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം നമ്മളിത് ഉപ്പിലിട്ട് വെക്കണം. ഏകദേശം 10 ദിവസമാണ് ഞാനിത് ഉപ്പിലിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു കുപ്പീൻ്റെ ഭരണിയിലേക്ക് ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് ഉപ്പിലിട്ട് വെക്കാൻ. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഇതെടുത്തിട്ട് നന്നായിട്ട് കുലുക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴും നല്ല രീതിയിൽ തന്നെ ഉപ്പ് പിടിച്ച് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഞാനിവിടെ 10 ദിവസത്തിന് ശേഷമാണ് ഇത് വീണ്ടും എടുക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ ഇത് സോഫ്റ്റായി നന്നായിട്ട് വന്നിട്ടുണ്ട്. അടുത്തത് നമ്മൾക്ക് അച്ചാർ ഉണ്ടാക്കുന്നത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതിൻ്റെ ഒന്നിച്ച് തന്നെ വറ്റൽമുളക് അതുപോലെ കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി ചെറുതായി മുറിച്ചതും ചേർക്കുന്നുണ്ട്. 5 or 6 പച്ചമുളക് ഇതും ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്ന വിധത്തിൽ തന്നെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല സ്പൈസി ആയിട്ടുള്ള ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നിച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ഇതും ചേർത്ത് വീണ്ടും 1 മിനിറ്റ് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ഈന്തപ്പഴം ചെറുതായി മുറിച്ചത് ചേർത്തിട്ടുണ്ട്. അതും ഒന്ന് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കാം. ഈ സമയം തന്നെ നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച നാരങ്ങ ഇതിലേക്ക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാരങ്ങ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിനാഗിരി ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതിലേക്ക് ലൈം ജ്യൂസ് ചേർത്ത് കൊടുത്താൽ മതി. ഏകദേശം 10 ലൈമിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അത് ചേർത്താൽ മതി. അപ്പോൾ ഇതും ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഈ സമയം തന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അച്ചാർ റെഡിയാവും. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ചൂട് തണുത്തതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് ഒരുപാട് നാൾ നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്ക്. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക്